ശ്രീ മിഥുൻ, താങ്കൾ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൂടി കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് എന്നതുകൊണ്ടാണ് ഞാൻ അടുത്തത് താങ്കളിലേക്ക് എത്തുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ തന്നെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നരേന്ദ്രമോദിയുമായി രാഷ്ട്ര നേതാക്കൾക്കപ്പുറത്തുള്ള ഒരു സൗഹൃദം പുലർത്തുന്ന നേതാവ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് എന്നത് നമുക്ക് കഴിഞ്ഞ ടേമുകളിൽ നിന്ന് അറിയുകയും ചെയ്യാം. പക്ഷേ ഇത്തവണ അദ്ദേഹം അധികാരത്തിലേറിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് കുടിയേറ്റം, അനധികൃത കുടിയേറ്റം എന്ന് പറയുമ്പോൾ തന്നെ ഈ H1B വിസ ഇപ്പോൾ തന്നെ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവിടെയാണ് വിദേശകാര്യമന്ത്രി പറയുന്നത് ഇതിനെ തുറന്ന മനസ്സോടെയുള്ള ഒരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നത്. യഥാർത്ഥത്തിൽ വലിയ ആശങ്ക ഇന്ത്യക്കുണ്ട് എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ശ്രീ മിഥുൻ? നോക്കൂ അഭിലാഷ്, H1B വിസയും അനധികൃത കുടിയേറ്റവും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അതെ, ഇന്ന് ഞാനൊരു ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് വായിക്കായിരുന്നു. അതിൽ 18,000-ഓളം അനധികൃത ഇന്ത്യൻസ് ആണ് അമേരിക്കയിലുള്ളത്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാര്യത്തിൽ ഇന്ത്യ അമേരിക്കയുമായി സഹകരിക്കും എന്ന രീതിയിലാണ് പ്രതികരിച്ചത്. മാത്രമല്ല, ഈ പറയുന്ന അനധികൃതമായിട്ട് അമേരിക്കയിലുള്ള ഇന്ത്യൻസ് എന്ന് പറയുന്നത് വെറും 3%. അപ്പം ഇന്ത്യയുടെ ഒരു കോൺട്രിബ്യൂഷൻ, ഈ പറഞ്ഞ പോലെ ഇല്ലീഗൽ ഇമിഗ്രൻസ് സിറ്റുവേഷനിലേക്കുള്ള ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. അപ്പം അതൊരു വലിയ ഇഷ്യൂ ആയി മാറുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ H1B വിസ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രീൻ കാർഡ് ഇഷ്യൂ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലൊരു ചെറിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കാരണം അതിലൊക്കെ നിയന്ത്രണങ്ങൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവാൻ പോവുകയാണ്. കുറച്ചുകൂടെ എന്താ പറയാ ഡിലേ വരാൻ സാധ്യതയുണ്ട്. അപ്പം അമേരിക്കയിൽ ഈ പറഞ്ഞ പോലെ H1B വിസയൊക്കെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക്, സ്റ്റുഡന്റ് വിസയൊക്കെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ചാലഞ്ച് ഫേസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അതിലൊരു ഡിലേ, ആ പ്രോസസ്സിൽ ഡിലേ വരും. കാരണം അത് കുറച്ചുകൂടെ സ്ട്രിഞ്ചന്റ് ആവാൻ പോകുന്നു ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ. അപ്പം അങ്ങനെയുള്ള രീതിയിൽ അത് ഒരു പക്ഷേ അവരെ ബാധിച്ചേക്കാം. പക്ഷെ ആസ് സച്ച് അതൊരു എന്താ പറയുക, ഈ H1B വിസക്കാരെ ഇല്ലീഗൽ ഇമിഗ്രേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം വിസ പ്രൊസീജിയേഴ്സ് കുറച്ചുകൂടെ സ്ട്രിഞ്ചന്റ് ആവാൻ സാധ്യതയുണ്ട്. അതൊരു ഫാക്ടാണ്. അതിനപ്പുറത്ത് ഭയപ്പെടേണ്ട എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്? ഭയപ്പെടേണ്ട എന്നാണ് ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യം. മാത്രമല്ല, അവരുടെ ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രത്തോളം ബാധിക്കുന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് ആസ് സച്ച് H1B വിസ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ ഹോൾഡേഴ്സിനെ ഇത് ബാധിക്കാൻ പോകുന്ന ഒരു ഏരിയ എനിക്ക് തോന്നുന്നു ഈ പ്രോസസ് ഡിലേ വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ അവിടേക്കുള്ള ഒരു എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഒരു പക്ഷേ ഇന്ത്യൻസ് ഒരു പക്ഷേ ഭയപ്പെടേണ്ട ഒരു കാര്യമുള്ളത്.